ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ OnePlus ഫോണിൽ എങ്ങനെ USB ഡീബഗിംഗ് ഓണും ഓഫും ചെയ്യാം എന്ന് നോക്കാം. ആദ്യം സെറ്റിങ്സിൽ പോവുക. ഈ സെറ്റിങ്സ് ആപ്പ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം താഴോട്ട് പോവുക. എബൌട്ട് ഡിവൈസ് ഇവിടെ ടാപ്പ് ചെയ്യുക. എന്നിട്ട് വീണ്ടും താഴോട്ട് പോയിട്ട് ഇവിടെ വെർഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ വെർഷൻ നമ്പർ കാണാം. ഇവിടെ ഈ വെർഷൻ നമ്പറിൽ 7 ടൈംസ് ടാപ്പ് ചെയ്യണം. 1 2 3 4 5 6 7. ഇവിടെ ഒരു മെസ്സേജ് കാണാം, യു ആർ നൗ എ ഡെവലപ്പർ. ബാക്കിലോട്ട് പോവുക. വീണ്ടും ബാക്കിൽ. അതിനുശേഷം സിസ്റ്റം ആൻഡ് അപ്ഡേറ്റ്സ് ഇത് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്കൊരു പുതിയ ഓപ്ഷൻ കാണാം, ഡെവലപ്പർ ഓപ്ഷൻസ്. ഇവിടെ ടാപ്പ് ചെയ്യുക. ഇതെല്ലാം ഡെവലപ്പർ ഓപ്ഷൻസ് ആണ്. ഈ ലിസ്റ്റിൽ നിന്നും USB ഡീബഗിംഗ് കണ്ടെത്തുക. കണ്ടോ, USB ഡീബഗിംഗ്. ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് USB ഡീബഗിംഗ് എനേബിൾ ചെയ്യാം. ടാപ്പ് ചെയ്യുക. ഓക്കെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ USB ഡീബഗിംഗ് എനേബിൾ ചെയ്തു. USB ഡീബഗിംഗ് എനേബിൾ ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ ഫോൺ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം, ആപ്പ് ഡിലീറ്റ് ചെയ്യാം, ഫയൽ ട്രാൻസ്ഫർ ചെയ്യാം. അതുമല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഡീബഗ് ചെയ്യാം. അതൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗം. ഇനി വീണ്ടും താഴോട്ട് പോയിട്ട് നെറ്റ്വർക്കിംഗ് സെഷൻ ഫൈൻഡ് ചെയ്യുക. നെറ്റ്വർക്കിങ്ങിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഡീഫാൾട്ട് USB കോൺഫിഗറേഷൻ കാണാം. ഇത് സെലക്ട് ചെയ്യുക. ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ഇനിയിപ്പോൾ നിങ്ങൾ USB വഴിയുള്ള ഫയൽ ട്രാൻസ്ഫറിന് എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഫയൽ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇഷ്യൂ ഫിക്സ് ചെയ്യാം. ഇനിയും USB ടെതറിങ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ USB ടെതറിങ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ USB ടെതറിങ്ങുമായിട്ടുള്ള ഇഷ്യൂസ് എല്ലാം ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക. ബാക്കിലോട്ട് പോവുക. ഇനിയും USB ഡീബഗിങ്ങിലോട്ട് പോയിട്ട് ഇപ്പോൾ USB ഡീബഗിങ് ഡിസേബിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ USB ഡീബഗിങ് ഡിസേബിൾ ചെയ്യാം. ഇനിയും ഇതിൻ്റെ എല്ലാം ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഈ ഡെവലപ്പർ ഓപ്ഷൻസ് ഓഫ് ചെയ്യണം. ഇതെപ്പോഴും ഓണാക്കി വയ്ക്കരുത്. ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻസ് ഓഫ് ചെയ്യാം. ഓക്കെ, ഇത് ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.